ഇന്ത്യൻ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഏകദേശം 600 പോയിൻ്റ് അടുപ്പിച്ചാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടിയത്. പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് മാർക്കറ്റ് ഇന്ന് ഇത്രയും വലിയൊരു പോസിറ്റീവിൽ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു ഇറാനുമായിട്ടുള്ള ചർച്ച വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക കഴിഞ്ഞ ആഴ്ച തന്നെ കീഴടങ്ങിയെങ്കിലും യുദ്ധം നടത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഇറാൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈന കൂടെ ഇടപെട്ട് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം യുദ്ധം നിർത്താനുള്ള സാധ്യതകൾ മുന്നിലുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഏകദേശം കൃത്യം 1 വർഷമാകുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1st വീക്ക് ഏകദേശം 4-ാം തീയതി ആണെന്ന് തോന്നുന്നു, ലോകത്തിന് മൊത്തത്തിൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നതിനനുസരിച്ച് ഏറ്റവും വലിയൊരു വീഴ്ച അന്ന് മാർക്കറ്റിൽ സംഭവിച്ചു. ഇന്ത്യൻ മാർക്കറ്റ് അടക്കം ഏകദേശം 1000 പോയിൻറ്റിനടുപ്പിച്ചാണ് മാർക്കറ്റ് അന്ന് വീണത്. നിഫ്റ്റി മാത്രം 1000 പോയിൻ്റ് അടുപ്പിച്ചാണ് വീണത്. കൃത്യം 1 വർഷത്തിനിപ്പുറത്ത് ആ ഒരു തീരുമാനം തെറ്റാണെന്ന് അമേരിക്കൻ കോടതികൾ വരെ ശരിവെച്ചുകൊണ്ട് അന്ന് ഈടാക്കിയ ഏകദേശം $166 ബില്യൺ ഈ രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം വന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് മാർക്കറ്റ് ഇത്രയും വലിയൊരു പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം $166 ബില്യൺ ആണ്. അതായത് കഴിഞ്ഞ 1 വർഷമായിട്ട് അധിക താരിഫിലൂടെ അമേരിക്ക നേടിയെടുത്ത തുകയാണ് ഈ $166 ബില്യൺ എന്ന് പറയുന്നത്. ആ തുക എത്രയാണോ ഈടാക്കിയത്, അതായത് ഈടാക്കിയ അത്രയും തുക അതാത് കമ്പനികൾക്കും വ്യാപാരികൾക്കും രാജ്യങ്ങൾക്കും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സുപ്രീം കോർട്ടിൻ്റെ വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അടുത്ത 45 ദിവസത്തിനകത്ത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടൊരു തീരുമാനം ഇന്ന് വന്നിട്ടുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. അതിന് വേണ്ടിയിട്ട് അവരൊരു ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 45 ദിവസത്തിനുള്ളിൽ ആ പൈസ തിരിച്ച് അതായത് രാജ്യങ്ങൾക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള, അതായത് ഇപ്പോൾ വരുന്ന ന്യൂസുകൾ അനുസരിച്ച് യുദ്ധത്തിൽ ഇറാന് മേൽ മാത്രമല്ല അമേരിക്ക തലകുനിക്കുന്നത്, ലോകത്തിന് മുന്നിൽ മൊത്തം പരാജയ ഭീതിയോടുകൂടി അമേരിക്ക തലകുനിക്കുകയാണ്. കാരണം വളരെ കൊട്ടിഘോഷിച്ച് ഏറ്റവും വലിയൊരു രാജ്യമെന്ന രീതിയിൽ അമേരിക്ക ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് മുകളിൽ അനധികൃതമായി പ്രഖ്യാപിച്ച താരിഫാണ് ഇപ്പോൾ അത് പിന്മാറിയിട്ട് അത് നഷ്ടപരിഹാരം തന്നെ തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. താങ്ക്